യെസ്, ടുഡേ ഈസ് ദ ഡേ. അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ്, അതിനെ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ ചുറ്റുമുള്ള ചെറിയ ആർട്ട് വർക്ക്സ് കൂടെ, ജസ്റ്റ് ലൈക്ക് എൻ്റെ ചുറ്റും ഇപ്പോൾ ഉള്ള പോലെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കല്ലേ. ഞാൻ കുറച്ച് നേരം മുമ്പ് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഇട്ട ശേഷം എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജാണ് വന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഇത് എഡിറ്റ് ചെയ്ത്, എങ്ങനെയാണ് ഫോട്ടോ എടുത്ത്, അങ്ങനെയെല്ലാം ചോദിച്ച് കുറേ മെസ്സേജ് വന്നു. ആൻഡ് ആ ഫോട്ടോ ഇട്ടതിന് ശേഷം ഒരു 2 വീക്സിന് ശേഷം 2-3 വീക്സിന് ശേഷം അതേ സെയിം എഡിറ്റ് ഒരു കൈൻഡുള്ള ഫോട്ടോ അവർക്ക് കൂടി ഇട്ടു. അപ്പോഴേ എനിക്ക് കുറേ മെസ്സേജും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്ത് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് വെച്ചിട്ട്. സോ ടുഡേ വി ആർ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ. ബട്ട് ടുഡേ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്താണ്. മൊബൈൽ ഫോണിനകത്ത് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. സിമ്പിളാണ്, ശരിക്കും സിമ്പിളാണ്. കൂടുതലൊന്നും വേണ്ട. നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ഞാൻ ഈ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ തന്നെ ഒന്ന് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്ത് കുറച്ച് ബ്രൈറ്റ്നെസ് കമ്മിയാക്കുക. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ. ഞാനിപ്പോൾ ചുമ്മാ ഫോൺ എഡിറ്റിനകത്തുള്ള എന്നാണ് ഇത് കമ്മിയാക്കുന്നത്. ഓക്കെ, സോ എടുത്ത ഫോട്ടോനെ വെച്ച് കുറച്ച് ഡിമ്മറാക്കി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ഫോട്ടോ. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഫൈൻ. ആൻഡ് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഞാൻ അഡോബി സ്കെച്ചിനകത്ത് ഓപ്പൺ ചെയ്യാൻ പോകണം. ഓക്കെ ഫൈൻ. അഡോബി സ്കെച്ചിനകത്ത് ഈ ഫോട്ടോ ഓപ്പൺ ചെയ്യാൻ അറിയാലോ. പ്ലസിനകത്ത് ഇമാജിൻ ലെയർ. ഞാൻ കുറേ വീഡിയോസിനകത്ത് അഡോബി സ്കെച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലും കൂടി ഇരുന്നുണ്ട്. ആൻഡ് ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ശേഷം ഡൺ. ആൻഡ് ഫോട്ടോ അവിടെയുണ്ട്. ആൻഡ് റൈറ്റ് സൈഡ് മുകളിൽ പ്ലസ്സിൽ കൊടുത്തിട്ടുണ്ട്. സ്കെച്ച് ലെയറിനാണ് സ്കെച്ച് ലെയർ ഓപ്പൺ ചെയ്തിടുക. ഓപ്പൺ ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡ് കുറേ ബ്രഷസ് ഉണ്ട്. ആ ബ്രഷസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് പിക്ക് ചെയ്യാം, ഇഷ്ടമുള്ള കളറും പിക്ക് ചെയ്യാം. ഡൺ. എന്നിട്ട് കറക്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വിങ്സ് ആണെങ്കിൽ വിങ്സ്, സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ, എന്താണ് ആ ഫോട്ടോൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഫുൾ അതിൻ്റെ മുകളിലേക്ക് വരച്ച് വയ്ക്കാം നമുക്ക്. സോ ഈ ഫോട്ടോനകത്ത് ഞാൻ വിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ഫോട്ടോ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ വിങ് വരച്ചിട്ടുണ്ട് ആ ഫോട്ടോന് മേലെ. സോ സെയിം തന്നെ ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ ഐ ഡ്രോ മൈ വിങ്സ്, സ്റ്റാർസ്, പിന്നെ കുറച്ച് ഡ്രോപ്ലെറ്റ് പോലെ, കുറച്ച് സ്പ്രിങ്കിൾസ് പൗഡർ പോലെയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ പെട്ടെന്ന് അത് അടിപൊളിയാക്കാം, കുറച്ച് വരച്ച് അടിപൊളിയാവുമെന്ന് വിചാരിച്ചാൽ ആ ഒരു പെർഫെക്ഷനെ കിട്ടുള്ളൂ. നമ്മൾ എത്ര ടൈം എടുത്തിട്ട് വരയ്ക്കുന്നോ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇന്ന് തന്നെ വരച്ച് തീർക്കണമെന്നില്ല. നമുക്ക് 2 ദിവസമൊക്കെ എടുത്തിട്ട് മെല്ലെ വരച്ചാലും കുഴപ്പമില്ല. ഞാൻ ഏകദേശം ഒരു 30-40 മിനിറ്റ്സിൻ്റെ അടുത്തെടുത്തു വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു പെർഫെക്ഷന് നമുക്ക് കിട്ടും. സോ ടേക്ക് യുവർ ടൈം. മോർ ടൈം ഈക്വൽസ് മോർ പെർഫെക്റ്റ്. സോ ഫോട്ടോ കോട്ട് റെഡി. ഈസി, പെർഫെക്റ്റ്. സോ ഇത്ര സിമ്പിളായിരുന്നു നമുക്ക് വരയ്ക്കാൻ. ആൻഡ് നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും ഇത് വരയ്ക്കാൻ തന്നെ വേണോ, ഇതിനകത്ത് വേറെ സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നുമില്ലേ, നമുക്ക് വേണമെങ്കിൽ ഡൂഡിലൊക്കെ ആഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ പോരെ അങ്ങനെ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മീൻസ് നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടണമെന്നില്ല. എനിക്കപ്പോൾ ഈ വിങ്സ് ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇത്ര പെർഫെക്റ്റ്ലി കിട്ടുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നത്. സോ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വരച്ച് കൂട്ടാനകത്ത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഡൂഡിൽ ചെയ്ത് ആഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ഡൂഡിലില്ല ഗൂഗിൾ ചെയ്ത് ഡൂഡിൽ ആഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് വീഡിയോ അടിയിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും അങ്ങനെ ചെയ്യാൻ. ഓക്കെ, ഇത് നമുക്ക് വാട്സാപ്പിനകത്തോടെ എഡിറ്റ് ചെയ്യാം. സംഭവം അടിപൊളിയാണ്. നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സെൻഡിന് കൊടുത്തെന്ന് വെച്ചാൽ മുകളിൽ മാർക്കർ ടൂളുണ്ട്. ആ മാർക്കർ യൂസ് ചെയ്ത് നമുക്ക് മാർക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പൊതുവെ വാട്സാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് വിങ്സും കാര്യങ്ങളും എന്താ വെച്ചാൽ വരയ്ക്കാം. ജസ്റ്റ് ഫോർ ഫൺ. ഞാൻ കുറേ സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച്. സോ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. സോ കുറേ പേരുടെ ഡൗട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ടാണ് എങ്ങനെ ഇതിപ്പോൾ ചെയ്തു എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. യു ഷുഡ് ട്രൈ ഇറ്റ്. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ടാഗ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. Okay, bye. See you guys in the next video with the banger tip. Bye bye.